ഓം ശാന്തി. ഇന്ന് നമ്മുടെ കുട്ടികൾ സദാസമയം ടി വിയുടെ മുന്നിലിരിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഐപാഡിൽ കളിച്ചുകൊണ്ടിരിക്കും, കമ്പ്യൂട്ടറിൽ കളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള പരാതി മിക്കവാറും പാരൻസ് പറയുന്നൊരു പരാതിയാണ്. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. ഉപദേശിച്ച ആ സമയത്ത് ഓക്കെ ഞാനിതെല്ലാം മാറ്റി വയ്ക്കുകയാണ്, കുറച്ച് നേരം പഠിക്കാനിരിക്കും, അപ്പോഴേക്കും ഇതെല്ലാം മറക്കും, പിന്നെയും ടി വിയുടെ മുന്നിൽ എത്തിച്ചേരും. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആഹാരം കഴിക്കണമെങ്കിലും ടി വി വേണം. അവർക്ക് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ടി വിയുടെ മുന്നിൽ തന്നെ എല്ലാ നേരവും. ഹോംവർക്ക് ചെയ്യാൻ പോലും ടി വിയുടെ മുന്നിലിരുന്നു കൊണ്ട് ഹോംവർക്ക് ചെയ്യുന്ന കുട്ടികൾ വരെ. ഇങ്ങനെയുള്ള കുട്ടികളെക്കുറിച്ച് ധാരാളം പരാതികൾ പാരൻസ് പറയുന്നു. മാത്രമല്ല അതുകൊണ്ട് ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു. ഇത്തരുണത്തിൽ നമുക്ക് എന്താണ് കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികളുടെ ഈ ടി വി അഡിക്ഷനിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ചെയ്യേണ്ടത് എന്താണ്? ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. എല്ലാ വീട്ടിലെ കുട്ടികളും ടി വി കാണുന്നവരാണ്. ടി വി അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കുന്നവരാണ്, അല്ലെങ്കിൽ ടാബിൽ ഗെയിം കളിക്കുന്നവരാണ്. ഇതെല്ലാം പാരൻസ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. അത് കാണണ്ട എന്നൊന്നും ആരും പറയാറില്ല. പക്ഷേ കണ്ട് അതിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കുട്ടികൾക്ക് അഡിക്ഷനായി തീരാണ്. അത് അരുത് എന്ന് എത്ര ഉപദേശിച്ചാലും അവർ സ്നേഹത്തോടെ ശരി ഇനി ഞാൻ ചെയ്യില്ല, കേൾക്കില്ല എന്നൊക്കെ പറയും. അതിനുശേഷം പിന്നെയും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെന്താണ് കാരണം? പൊതുവെ നമ്മുടെ ഗൃഹാന്തരീക്ഷം നോക്കുകയാണെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകും, കുറേ അമ്മമാരും ഇന്ന് ജോലിക്ക് പോകുന്നവരാണ്. ജോലിക്ക് പോകാത്ത അമ്മമാർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അവരവരുടെ തിരക്കിലായിരിക്കും. പഠിക്കാൻ പറയും കുട്ടിയോട്, നോക്കുന്ന സമയത്ത് കുട്ടി ടി വിയുടെ മുന്നിലായിരിക്കും. കുറേ പ്രാവശ്യം പറയും, കുറേ ചീത്ത പറയും, അവസാനം ഭീഷണിയാകും. രാത്രി അച്ഛൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുറച്ച് നേരം കുട്ടി ടി വി കാണാതിരിക്കും, പിന്നെയും പോയി കുട്ടി ടി വി കാണും. വൈകുന്നേരം ആകുമ്പോൾ അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തും. അമ്മ പകലത്തെ വിശേഷങ്ങൾ മുഴുവൻ പറയും. ഒപ്പം തന്നെ കുട്ടികളുടെ കുറേ പരാതികളുണ്ടാവും. അവൻ പറഞ്ഞു, അനുസരിച്ചില്ല, ടി വി തന്നെ കണ്ടുകൊണ്ടിരുന്നു, ഹോംവർക്ക് ശരിക്കും ചെയ്തില്ല, പഠിച്ചില്ല. ഇതെല്ലാം കേട്ട് അവസാനം പതിവ് പോലെ ചീത്ത പറയലായി. ചീത്ത എല്ലാം കഴിഞ്ഞ് അച്ഛൻ ഫ്രഷായി കുളിക്കാൻ പോയി. ഫ്രഷായി കുളിച്ചു, ഡ്രസ്സെല്ലാം മാറി, ഒരു കപ്പ് ചായ എടുത്തു. ടി വിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള സോഫയിൽ അച്ഛനും വന്നിരുന്നു. റിമോട്ട് എടുത്തു. അച്ഛന് ഇഷ്ടമുള്ള ന്യൂസ് കാണി, അല്ലെങ്കിൽ തൻ്റെ ചാനലുകൾ കാണി, അല്ലെങ്കിൽ കുറച്ച് നേരം പാട്ട് കേൾക്കേ എല്ലാം ചെയ്തു. ഇത് കഴിഞ്ഞു. രാത്രി സമയം 8-8:30 അടുത്തു. കുട്ടി ഹോംവർക്ക് ചെയ്യാൻ ഓർഡറാണ്, ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ അടുക്കളയിലെ പണിയെല്ലാം തീർന്നു, സമാധാനമായി. അച്ഛൻ ആഹാരം കൊടുത്തു, വന്നിരുന്നു. അമ്മയും ടി വിയുടെ മുന്നിലിട്ട സോഫയിലിരുന്നു. റിമോട്ട് എടുത്തു. അമ്മയ്ക്കിഷ്ടമുള്ള ചാനലിലേക്ക് മാറ്റി, സീരിയലിലേക്ക് മാറ്റി. അമ്മയും ഒന്ന് റിലാക്സ് ചെയ്തു. കുറച്ച് സമയം, അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ടി വിയുടെ മുന്നിലിരുന്നു. കുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ട് നിർബന്ധിതനായി ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ബുക്കിൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന കുട്ടിയുടെ മനസ്സിൽ ഒരു കാര്യം റെക്കോർഡായി. എന്താണ് റെക്കോർഡായത്? റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ടി വിയുടെ മുന്നിൽ വന്നിരിക്കുക. അമ്മയും ചെയ്തത് തന്നെ, അച്ഛനും ചെയ്തത് തന്നെ. ഇതെല്ലാം കഴിഞ്ഞു. രാത്രി വീട്ടിൽ സഹായിക്കുന്ന സഹായി വന്നു. അവർക്ക് വേണ്ടിയും വെച്ച് കൊടുക്കുന്നത്, രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾക്ക് പോയി അവരുടെ ടി വിയിൽ ഇഷ്ടമുള്ള പ്രോഗ്രാം വെച്ച് കൊടുത്തു. ഇതെല്ലാം കണ്ട കുട്ടിയുടെ മനസ്സിൽ തീരുമാനിച്ചു, എൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കും പോയിരുന്ന് ടി വി കാണാം. പകൽ സമയം അവന് പഠിക്കാൻ കുറേ ഉണ്ട്. പക്ഷെ അവൻ്റെ റിലാക്സേഷൻ ടൈം അവൻ്റെ കണക്ക് പ്രകാരം അരമണിക്കൂറോ 1 മണിക്കൂറോ ആയിരിക്കില്ല, 4 മണിക്കൂറോ ചിലപ്പോൾ അന്നത്തെ ദിവസം മുഴുവനോ ആയിരിക്കും. അവനും ടി വിയുടെ മുന്നിൽ ഇരുന്ന് പോകും. എത്ര വേണ്ടാന്ന് പറയുമ്പോഴും അവൻ കേൾക്കും, ശരിയെന്ന് പറയും, ടി വിയുടെ മുന്നിൽ തന്നെ ഇരിക്കും. പിന്നെ കേട്ടാലും കേൾക്കാതെ ടി വിയുടെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നൊരവസ്ഥയും വരും. എന്താണ് ഇതിന് കാരണം? അച്ഛനും അമ്മയും ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികൾ പ്രവർത്തിക്കുക. കുട്ടികളോട് അരുതെന്ന് പറയും. നമ്മുടെ റിലാക്സേഷനായിക്കൊണ്ട് പാരൻസ് ടി വിയുടെ മുന്നിൽ പോയിരിക്കുകയും ചെയ്യുമ്പോൾ, അരുതെന്ന് അവനോട് വിലക്കുമ്പോഴും സ്വയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി പറയുന്ന കാര്യം അനുസരിക്കാറില്ല, ചെയ്ത് കാണുന്ന കാര്യങ്ങളാണ് അനുസരിക്കുക. അപ്പോൾ കുട്ടീനെ ടി വിയിൽ നിന്ന് ഫ്രീ ആക്കണമെങ്കിൽ ആദ്യം ഫ്രീ ആവേണ്ടത് അവൻ്റെ പേരൻസാണ്. അവൻ്റെ പേരൻസ് അത് കണ്ടുകൊണ്ടിരിക്കെ, അല്ലെങ്കിൽ വീട്ടിലുള്ള മെമ്പേഴ്സ് എല്ലാം ടി വി കണ്ടുകൊണ്ടിരിക്കെ ടി വി കാണണ്ട എന്ന് അവനോട് ഉപദേശിക്കുമ്പോൾ അവന് ടി വി കാണാതിരിക്കുക എന്നുള്ളത് സാധ്യമായ ഒന്നല്ല. ഇനിയും ഈ കുട്ടിയിൽ എങ്ങനെയാണ് ഈ ടി വി കാണുന്ന സ്വഭാവം കണ്ടുവന്നത്?
ഇന്ന് മിക്ക വീടുകളിലും കാണുന്നൊരു ശീലം, കൈക്കുഞ്ഞുങ്ങളുള്ള അമ്മമാരും അച്ഛന്മാരും കുട്ടികളുടെ വാശി തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളെ വേഗം കരച്ചിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, കരച്ചിൽ നിർത്താൻ വേണ്ടി മൊബൈലിൽ എന്തെങ്കിലും അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള കളർഫുള്ളായിരിക്കുന്ന വർണ്ണപ്പകിട്ടാർന്ന എന്തെങ്കിലും കാർട്ടൂണോ അല്ലെങ്കിൽ പാട്ട് സീനുകളോ ഓൺ ചെയ്ത് കൊടുക്കും. കുട്ടി അത് കണ്ട് ആദ്യമായി കാണുന്ന കുട്ടി അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ എപ്പോഴൊക്കെ കരയുന്നോ ഇത് കാണും, കുട്ടിക്ക് ഇത് കാണിച്ചാൽ മതി, കുട്ടിയുടെ കരച്ചിൽ തീർന്നു. ആഹാരം കഴിക്കാൻ കൂട്ടാക്കാത്ത കുട്ടി ഇത് കണ്ടുകൊണ്ടിരിക്കുക, കുട്ടിയുടെ വായിൽ ആഹാരം വെച്ച് കൊടുക്കും. കുട്ടി എന്തെന്നറിയില്ല, ഇതിൻ്റെ ആകർഷണത്തിൽ മുങ്ങിയിരിക്കും. കുട്ടി ഇത് കഴിച്ചുകൊണ്ടിരിക്കും. അടുക്കളയിൽ ഒരുപാട് പണിയുണ്ടാവും. വാശി പിടിച്ച് ഷാഢ്യം പിടിക്കുന്ന കുട്ടി, ഈ കുട്ടിയുടെ ഷാഢ്യം തീർക്കണം, വീട്ടിലെ കാര്യങ്ങൾ തീർക്കണം, കുട്ടിയെ നോക്കാൻ വേറൊരാളില്ല. അവിടെയും നമ്മൾ ബേബി സിറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതും TV അഥവാ കമ്പ്യൂട്ടർ അഥവാ ഇതുപോലുള്ള കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തന്നെ. പാട്ടിട്ട് കൊടുത്ത് കുട്ടിയെ മുന്നിൽ കിടത്തി, കുട്ടിയെ മുന്നിലിരുത്തി, കുട്ടി അത് കണ്ടുകൊണ്ടിരിക്കും. അമ്മ പണികളെല്ലാം തീർന്നു സമാധാനമായി അമ്മയും വന്നിരുന്നു കാണാൻ തുടങ്ങി. ഇങ്ങനെ കുട്ടികൾ പോലും അറിയാതെ കുട്ടികളെ നമ്മൾ ഇത് കണ്ടും ഇത് കാണിച്ചും വളർത്തിക്കൊണ്ടിരുന്ന കുട്ടികളെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളിത് ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് TV ആവട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആവട്ടെ ഇത്തരം സാധനങ്ങളൊന്നും ഒരു ബേബി സിറ്റിങ്ങിന് പകരം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇനി അവരെ രക്ഷിക്കാനുള്ളൊരു വഴി പാരൻസിൻ്റെ കയ്യിലാണുള്ളത്. അവരുടെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം നിങ്ങൾ ചിലവാക്കണം. അവരുടെ കൂടെ എങ്ങനെയാണ് ക്വാളിറ്റി ടൈം ചിലവാക്കുക? ചില പേരൻസ് പറയാറുണ്ട്, ഞാൻ വീക്കെൻഡിൽ എൻ്റെ കുട്ടിയുടെ കൂടെ ചിലവഴിക്കാറുണ്ട്, കുട്ടികളെയും കൊണ്ട് പുറത്തു പോകും, മാളിൽ പോകും, അവർക്ക് എന്തൊക്കെ വേണോ എല്ലാം വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവരെയും കൊണ്ട് സിനിമയ്ക്ക് പോകും, അല്ലെങ്കിൽ അവരെയും കൊണ്ട് വേറെ വല്ല സ്ഥലങ്ങളിലേക്കും ഗെയിമുകൾ കാണാൻ പോകും. ഇങ്ങനെയൊക്കെ അവരെയും കൊണ്ട് മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ അവരുടെ കൂടെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്, അവർക്ക് വേണ്ടിയാണ് ഞാൻ സമയം ചിലവഴിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ മാളിൽ പോകുന്നു, സാധനം വാങ്ങാൻ പോകുന്നു, അവർ സാധനം വാങ്ങുന്ന തിരക്കിലാണ്, ആ മാളിലെ കസ്റ്റമേഴ്സ് വർദ്ധിച്ചു, അല്ലാതെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിച്ചിട്ടില്ല. ഒരു സിനിമ കാണാൻ കുട്ടീനെയും കൊണ്ടുപോയി, കുട്ടിയും അച്ഛനും കൂടി സിനിമ കണ്ടിരുന്നു. ആ സിനിമയുടെ നിർമ്മാതാവിന് അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൻ്റെ ഉടമസ്ഥന് പൈസ ഉണ്ടായി, കുട്ടിക്ക് അച്ഛന് കിട്ടിയിട്ടില്ല. കുട്ടിയുടെ കൂടെ ടൈം ചിലവഴിക്കുമ്പോൾ ഇങ്ങനെ പുറം ലോകത്ത് കൊണ്ടുപോയി വേറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നാടകത്തിന് പോയി അല്ലെങ്കിൽ സർക്കസിന് പോയി, ഇതല്ല കുട്ടികളുടെ കൂടെ ടൈം ചിലവഴിക്കേണ്ട രീതി. കുട്ടികളുടെ കൂടെ കളിച്ചും ചിരിച്ചും സമയം ചിലവഴിക്കാൻ തയ്യാറാകണം. കുട്ടികളുടെ കൂടെ നമ്മൾ കളിക്കണം. അത് ബാഡ്മിൻ്റൺ ആവട്ടെ, അല്ലെങ്കിൽ ക്രിക്കറ്റ് ആകട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളികളാവട്ടെ, അവരും നമ്മളും ചേർന്ന് ഇണങ്ങി ചേർന്ന് കളിക്കുന്ന കളികൾ എന്താണോ അത് അവരുടെ കൂടെ കളിക്കുമ്പോഴാണ് അവർക്ക് നമ്മളോട് ഇമോഷണലി ഒരു അടുപ്പം വരുത്താൻ നമുക്ക് സാധിക്കുന്നത്. അവരെന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ നമ്മൾ കേൾക്കാനും, അവർ കേൾക്കുന്ന സമയത്ത്, അവർ നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യാതെ, അവരെന്താണോ നമ്മളോട് കാര്യങ്ങൾ പറയുന്നത്, കുട്ടികളല്ലേ എന്തെങ്കിലും കാര്യം പറയല്ലേ എന്ന് പറഞ്ഞ് ഗൗരവം കൊടുക്കാതെ ബഹുമാനിക്കാതെ കട്ട് ചെയ്യരുത്. അവർ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി കേൾക്കാൻ, അവരുടെ കൂടെ കഥ പറയാൻ നമ്മൾ സമയം കണ്ടെത്തണം. എത്രയും അവരുമായിട്ടുള്ള അടുപ്പം നമ്മളിൽ വരുന്നോ, ഇമോഷണലി നമ്മുടെ റിലേഷൻ സ്ട്രോങ് ആകുന്നോ, അത്രയും നമ്മൾ പറയുന്നത് എന്താണോ അത് കുട്ടികൾ അതേപടി അനുസരിക്കും. കുട്ടികളുമായി വീട്ടുകാരുമായി ഒരു അടുത്ത ബന്ധം അഥവാ നമ്മുടെ ബന്ധത്തിനെ ഉറപ്പിക്കുന്ന മറ്റൊരു സമയമാണ് ഡൈനിങ് ടേബിളിൽ ഒന്നിച്ച് സമയം ചെലവഴിക്കുക. ഇന്ന് മിക്ക വീടുകളിലും ഡൈനിങ് ടേബിൾ എവിടെയാണോ ഉള്ളത് ആ ഡൈനിങ് ഹാളിൽ തന്നെയായിരിക്കും TVയും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ TV-യിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടാവും, എല്ലാവരും TV-യിൽ പ്രോഗ്രാം കണ്ടുകൊണ്ട് ആഹാരം കഴിക്കുന്നുണ്ടാവും. അമ്മ ഉണ്ടാക്കിയ ആഹാരം നല്ലതാണോ, ടേസ്റ്റ് ഉള്ളതാണോ, ടേസ്റ്റ് ഇല്ലാത്തതാണോ എന്ന് പോലും അറിയില്ല. ആഹാരം എന്തോ കഴിച്ചുകൊണ്ടിരിക്കും, TV-യിലെ പ്രോഗ്രാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കും. പരസ്പരം കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടാകില്ല. പക്ഷേ ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന സമയം എന്നുള്ളത് പരസ്പരം കഥ പറയാനും, അന്നത്തെ ജീവിതാനുഭവങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും, കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കാനും, അമ്മയുടെ കാര്യം കേൾക്കാനും, അച്ഛൻ്റെ കാര്യം പറയാനൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അതുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിൽ നിന്ന് TV-യെ പൂർണ്ണമായി മാറ്റുക, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നുവെങ്കിൽ TV ഓഫാക്കുക എന്നൊരു വ്രതം തന്നെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. അതും മാത്രമല്ല, TV-യെ മാത്രം ഒഴിവാക്കിയാൽ പോരാ, അവനവൻ്റെ മൊബൈലുകളെയും ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവരരുത്. കാരണം പല വീടുകളിലും കണ്ടിട്ടുണ്ട്, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടായിരിക്കും. ആഹാരത്തിൻ്റെ ഒപ്പം തന്നെ വാട്സപ്പിന് മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആഹാരം കഴിക്കുക. എല്ലാവരും കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ടാവും, അവനവൻ്റെ ഫോണുകളിൽ അവനവൻ്റെ ലോകത്ത് ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് പോകും. അപ്പോഴും നമുക്ക് ബന്ധം ഉറപ്പിക്കാൻ കഴിയില്ല. കുട്ടികളെ അവരുടെ കാര്യങ്ങൾ അവരെല്ലാം പറയാനുള്ള സമയമാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംബന്ധങ്ങൾ ഉറപ്പിക്കാനുള്ള സമയമാണ് ആഹാരം കഴിക്കുന്ന സമയം. അതുകൊണ്ട്
ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുന്ന റൂമിൽ അഥവാ ഡൈനിങ് ഹാളിൽ TV, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നുമില്ലാതെ കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഊഷ്മളമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിൽ സന്തോഷത്തോടെ ആഹാരം കഴിക്കണം. 2 ലാഭമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, ആഹാരം കഴിക്കുന്ന സമയം സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ആഹാരം കഴിക്കുമ്പോൾ ആ സന്തോഷം നിറഞ്ഞ ഫുഡ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ആരോഗ്യം നൽകും. മറ്റൊന്ന്, നമ്മുടെ സംബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും സാധിക്കും. അതുകൊണ്ട് കുട്ടികളുടെ അടുത്തേക്ക് ഇമോഷണലി എത്ര നിങ്ങൾ സ്ട്രോങ് ആയി അടുക്കാൻ സാധിക്കുന്നോ അത്രയും നിങ്ങൾക്ക് കുട്ടികളെ എന്ത് കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും ഏത് കാര്യം നേടിയെടുക്കാൻ അവരെ സഹായിക്കാനും സാധിക്കും. മാറ്റാൻ പറ്റാത്ത യാതൊരു സ്വഭാവവും ഇല്ല. അത് TV ആയാലും കമ്പ്യൂട്ടർ ആയാലും ഇൻ്റർനെറ്റ് ആയാലും ഏതിൽ നിന്നും നമ്മൾ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ പറഞ്ഞതുകൊണ്ട് അവർ മാറില്ല. നമ്മൾ ആദ്യം ഉപേക്ഷിക്കണം, നമ്മൾ ആദ്യം കൺട്രോൾ ചെയ്യണം. നമ്മൾ അവരുടെ കൂടെ ഇമോഷണലായി അടുപ്പുണ്ടാകുന്ന രീതിയിൽ പെരുമാറണം. അതായത് കുട്ടികൾക്കുള്ള കടമ മാത്രം നിറവേറ്റി അവരെ വളർത്താൻ വിട്ടാൽ അല്ലെങ്കിൽ വളരാൻ വിട്ടാൽ അവർ നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളിൽ ഈ കേട്ട കാര്യങ്ങളെ പ്രവർത്തിച്ചു നോക്കി സ്നേഹോഷ്മളമായ അന്തരീക്ഷമുള്ള പരസ്പരം വിശ്വാസവും അടുപ്പമുള്ള മക്കളും അച്ഛനും അമ്മയും ചേർന്ന ഒരു നല്ല കുടുംബമായി, മാതൃകാ കുടുംബമായി മാറട്ടെ.